പച്ച കളറിൽ താറാവ്. ഇതെന്താ നമ്മൾ വേറെ ഒന്നും ചേർക്കാത്തോണ്ടാണോ? വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കില്ല, തനി നാടനാണ്. അതുകൊണ്ട് ഇതിനകത്ത് കുരുമുളക് പൊടിയും പച്ചമുളക്, കറിവേപ്പില, തക്കാളി അടിച്ചെടുത്ത് അത് ഒഴിക്കുമോ? ഒഴിക്കും. ഇത് കണ്ടോ, തക്കാളി ശരിക്കും ഉടച്ചെടുത്താണ്, വേവിച്ചിട്ടല്ലേ? വേവിച്ചിട്ട്. കാരണം നമ്മൾ എവിടെ പോയാലും കറി താറാവിന്റെ ഒക്കെ ശരിക്കും കളർ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് കറക്റ്റ് ആ ഒരു പച്ച ഫ്ലേവർ പോലെ നമുക്ക് ഫീൽ ചെയ്യും, എന്നാൽ അത്രയ്ക്ക് പച്ചയായിട്ട് തോന്നൂല്ല. ഇപ്പൊ തക്കാളി നമ്മൾ അത് ശരി വേവിച്ചിട്ടുണ്ടോ ചെറുതായിട്ട്? മിക്സിയിൽ അടിച്ചതാ. മിക്സിയിൽ സാധാ തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കും. ശരിക്കും അതിന്റെ മറ്റേ ഇതിന്റെ മറ്റേ നമ്മുടെ താറാവിന്റെ തന്നെ നെയ്യ് ശരിക്കും വലിഞ്ഞ് പാത്രത്തിൽ ശരിക്കും നമുക്ക് തെളിഞ്ഞ് കാണാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മള്. ഇല്ല, വെള്ളത്തിലല്ല താറാവ് ഉപയോഗിക്കണേ. ടേസ്റ്റ് കുറയും. കുക്കറിൽ ഉപയോഗിച്ചാലും ടേസ്റ്റ് കുറയും. അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മുടെ മഞ്ഞ കളറ് തെളിഞ്ഞു വരും. ഇത് വെന്ത് കഴിഞ്ഞാൽ സംഭവം ഇനിയുണ്ട് പാല്. ഒന്നാം പാലാണ്. ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് രണ്ടാം പാൽ ഇതൊന്ന് ഒന്നോടെ പകുതി വല്ല വെന്തോളൂ. പകുതി വേവോടെ കഴിയുമ്പോ വയ്യ 2 തിളയാണ്. തിളച്ചു കഴിയുമ്പോ നമ്മൾ മറ്റേ പാലൊഴിച്ച് റെഡി. പിന്നെ റെഡിയായി, കറി റെഡിയായി. വളരെ സിമ്പിളായിട്ട്, സിമ്പിളാണല്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. വേറെ പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. കുരുമുളക് പൊടി, കറുവപ്പട്ട, ചെറുജീരകം, പെരുംജീരകം. ഏറ്റവും മെയിനായിട്ടുള്ളത് കുരുമുളക് പൊടിയും പച്ചമുളക്, മഞ്ഞപ്പൊടി, പിന്നെ പെരുംജീരകം, കറുവപ്പട്ട. സംഭവം വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ തക്കാളി ഇങ്ങനെ അടിക്കാതെ വെറുതെ 4-5 ആക്കിയിട്ട് നുറുക്കിയിടാം. അപ്പൊ അതിനും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ഇടാം. കാണാനും ഭംഗി ഇതാണ്. കറിക്ക് ഒരു കൊഴുപ്പും ആവും, കഴിക്കാനൊരു തക്കാളിക്ക് മറ്റേ സവാളയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ ആസിഡ് പവർ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് കൂടും. അത് ശരിക്കും നമ്മള് ചക്കയുടെ അവിടെ മിക്സ് എല്ലാം ഉണ്ടാക്കി വെച്ച അവിടെയാണ് ശരിക്കും നമുക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാ ചേച്ചി. ചേച്ചി ഇത് എന്തൊക്കെയാ കൂട്ടെന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ഇത് ചക്കപ്പഴം നമ്മൾ വരട്ടിയെടുത്താണ്. അതായത് നമ്മള് വേവിച്ച് ശർക്കര ഇട്ട് വരട്ടിയെടുക്കും. വരട്ടിയെടുത്തിട്ട് ഇങ്ങനെ ശരിക്കും കോരിയെടുത്ത് ഒത്തിരി നെയ്യും കൂടെ ചേർത്താൽ ഒന്നോടെ മണവും ടേസ്റ്റും കൂടും. എന്നിട്ട് ഏലക്കായ, ജീരകവും പൊടിച്ചിനകത്ത് മിക്സ് ആക്കുക. ഇപ്പൊ മറ്റേ അരിപ്പൊടി ഉപയോഗിക്കാം, റവ ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആ പൊടി ഉപയോഗിക്കാം. ഇന്നിപ്പോ ഇതിനകത്ത് റവയാണ്, ശർക്കര, ഏലക്കായ, ഇല്ലില്ല, ജീരകം, ഏലക്കായ, ശർക്കര, പിന്നെ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങ പാല് ചേർക്കാം. നമുക്ക് വീടുകളിലാകുമ്പോൾ തേങ്ങ പാല് ചേർക്കും. ഇതിപ്പോ ഇങ്ങനെ അതുകൊണ്ട് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ തേങ്ങ ചിരണ്ടിയിട്ടേക്കുവാണ്. കുമ്പിളിൽ ഇടനേല അപ്പം, ചക്കയപ്പം, ചക്കട. ഇത് എവിടെ ആവിയേറ്റാൻ വയ്ക്കുന്നത്? ഇത് ഇഡ്ഡലി ചെമ്പിൽ ആവിയേറ്റാൻ അടുപ്പത്ത് വെച്ച് ആവിയേറ്റും. വേഗം ആവിയേറ്റുള്ളൂ, ഒട്ടും വൈകണ്ട. എനിക്ക് കഴിക്കണം. അപ്പോൾ ഇതാണ് ചക്കയുടെ ഉള്ള ഉണ്ടാക്കിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ താറാവറകിലൊക്കെ ബാക്കിയുള്ളത് കിടക്കാം. ഇതിപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ തിളച്ച് ഏകദേശം പറ്റിയിട്ടുണ്ട്, ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങും. രണ്ടാം പാല് ഒന്ന് പയ്യൊന്നും ഇതായി കഴിഞ്ഞാൽ ഇളക്കി വാങ്ങി വെക്കാം. റെഡിയായി. ഇപ്പൊ റെഡിയാവും. കപ്പയ്ക്കുള്ള വെള്ളം വെച്ചിട്ട് കുറെ നേരമായല്ലോ. തിളച്ചല്ലേ? കപ്പ വെള്ളം തിളച്ചു. ഞാൻ ചോദിച്ചാൽ ഇപ്പൊ മൊത്തം പറ്റിപ്പോയാലോ. ഇപ്പൊ നമ്മുടെ താറാവ് കറി, നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത അപ്പം, കള്ളപ്പമാണ്. അത് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പൊ അങ്ങോട്ട് പോകാല്ലോ എന്തായാലും. ചേച്ചി നമുക്ക് കള്ളപ്പം പോലെ നമ്മള് അപ്പം ഉണ്ടാക്കാൻ പോവാ. നല്ല കള്ളപ്പം. ഇത് കട്ടിയപ്പം അല്ലേ? ശരിക്കും കട്ടിയുണ്ട്. മറ്റേ സാധാ ഉണ്ടാക്കുന്ന വെള്ളപ്പം പോലെ അല്ല, ഇത് കട്ടിയപ്പാണ്. നല്ല റൗണ്ടിൽ ദോശ പോലെ ഇരിക്കും. ഇത് എന്തൊക്കെയാ ചേച്ചി നമ്മള് ഇതിനകത്ത് അപ്പത്തില് ചേർക്കുന്നത്? അപ്പത്തില് പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി ആയാലും കുഴപ്പമില്ല. അരി പൊടിച്ചെടുക്കും അപ്പത്തിന് നൈസായിട്ട്. എന്നിട്ട് തേങ്ങ, ജീരകം,
വെളുത്തുള്ളി ഇത് ശരിക്കും മിക്സിയിൽ നമ്മൾ അരച്ചെടുക്കും. അരച്ച് ചേർക്കും. അതിനു മുമ്പ് ഈ പൊടി കുറച്ചെടുത്ത് നമ്മൾ കുറുക്കി മാറ്റി വെക്കും. ആ മാറ്റി വെച്ചാൽ ചൂടാറി കഴിയുമ്പോൾ അതും ഈ അരച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി മിക്സാക്കിയിട്ട് കള്ളൊഴിക്കും. കള്ളൊഴിച്ച് കുഴച്ച് നമ്മൾ ടൈറ്റായിട്ട് ലൂസാക്കാൻ പാടില്ല, ടൈറ്റായിട്ട് വെക്കും. ടൈറ്റായിട്ട് വയ്ക്കുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് പുളിച്ച് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് നനച്ച് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ മേലെ ചില ഉപ്പ് ഇങ്ങനെ വെതറിയിടും. അത് കഴിഞ്ഞ് നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അപ്പം റെഡി. അപ്പം റെഡി. തരിതരി പോലെ വരും. അത് പുളിച്ച് കയറുന്നതാണത്. ഈ തരിതരി കാണുന്നത് നമ്മൾ തേങ്ങയും ജീരകം, ഞാൻ പറിച്ച് പറഞ്ഞില്ലേ, തേങ്ങ ജീരകം വെളുത്തുള്ളി മിക്സ് അരക്കണതാണ്. പിന്നെ ഈ അപ്പത്തിന്റെ പ്രത്യേകത മറച്ചിടാൻ പാടില്ല, വേവാവുള്ളൂ. മൂടി വെച്ച് ഇതിൽ വേവണം. 5 മിനിറ്റ് മതി. കസ്റ്റമർ വന്നിരിക്കുമ്പോഴത്തെ റെഡി. അവർ ഓർഡർ തരുമ്പോ അപ്പൊ തന്നെ റെഡി. എല്ലാം ഫ്രഷ് ആയിട്ടാണ്, ആവശ്യത്തിന് മാത്രം. താറാവ് കറിയും കള്ളപ്പമാണ് അമ്മച്ചിയുടെ സ്പെഷ്യൽ. പിന്നെ പിടി നാടൻ താറാവ്. പിന്നെ രണ്ടാമത് പിടി വറുത്തരച്ച നാടൻ ചിക്കൻ. സാധാ കോഴി പോരാ, നാടൻ ചിക്കൻ. അപ്പം റെഡി ആയിട്ട് നോക്കാം. അപ്പം റെഡിയായി. വാഴയിലയിൽ ഇങ്ങനെ വെച്ചാണ് ഞങ്ങൾ കൊടുക്കണത്. ഇതാണ് ഞങ്ങളുടെ കള്ളപ്പം. ഇതാണ് നമ്മുടെ കള്ളപ്പം റെഡി ആയി. ദോശ പോലെ കട്ടിയുള്ളപ്പം, നല്ല മുരിഞ്ഞിരിക്കും. ഒരു സൈഡ് മുരിഞ്ഞിരിക്കും, ഒരു സൈഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. മറച്ചിടില്ല. നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് മാത്രമല്ല, നമുക്ക് ഇവിടെ നല്ല പിടിയുണ്ട്, കോഴിയിറച്ചിയുണ്ട്, നാടൻ കോഴി വറുത്തരച്ചുണ്ട്. അതിന്റെ ഇടയ്ക്ക് ചേട്ടാ ഇത് കപ്പയല്ലേ? കപ്പ മറ്റേ ഇത് കപ്പപ്പുഴുക്കുള്ള തയ്യാറെടുപ്പിലാണ്. ചേച്ചി എനിക്കുള്ള കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇട്ടോളും ചേച്ചി, ഞാൻ കഴിച്ചോളാം. കപ്പ കൂടി ഇടുന്നുണ്ട് ഇതിനകത്തോട്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങയൊക്കെ അരച്ചല്ലേ കേട്ടോ അത്. കപ്പ ഇടുന്നുണ്ട്. കപ്പപ്പുഴുക്കാണ്. നല്ല നാടൻ താറാവുണ്ട്, നല്ല പിടുത്ത ഇറച്ചിക്കൊക്കെ. നാടൻ താറാവാണ്, നല്ല പിടുത്തം. ആ തേങ്ങാപ്പാലും ആ ഒരു ചെറിയൊരു മധുരവും ആ ഒരു കുരുമുളകിൻ്റെ ഒക്കെ ചെറിയ എരിവൊക്കെ ഉള്ളൂ. പക്ഷെ ഉഗ്ര സംഭവം. കറി നല്ല കറി, സോഫ്റ്റ് അപ്പം. പക്ഷെ ആ കള്ളിൻ്റെ ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് അല്ലേ? കള്ളിൻ്റെ ചെറിയൊരു, പിന്നെ തേങ്ങ ചെറിയൊരു തേങ്ങയും ജീരകം ചെറിയ ജീരകം കടിക്കാൻ പറ്റുന്നുണ്ട്. ഉഗ്രം കറിയിട്ടാ. കാരണം കറിയുടെ പാല് ശരിക്കും പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കഴിച്ചു വന്നപ്പോൾ ഉണ്ണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടാ ഉഗ്ര സംഭവട്ടാ. എനിക്ക് അതിന്റെ തേങ്ങാപ്പാലൊക്കെ പിടിച്ച നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സ്വല്പം കപ്പാണ് ഇവിടെ. കപ്പ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ട് സ്വല്പം. നല്ല കൊതി വന്നിട്ടേ എനിക്ക് കപ്പ ഇഷ്ടപ്പെട്ടു. കപ്പ ഇച്ചിരി ഗ്രേവി ടൈപ്പും പിന്നെ കപ്പ കൊള്ളി കഷ്ണവും. അപ്പൊ എനിക്കുള്ള സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാനിപ്പോൾ എനിക്ക് ഇത് തിന്നിട്ട് വേണം, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മൊത്തം ഇരുന്ന് കഴിക്കാം. അപ്പം എന്തായാലും നല്ല സിമ്പിളി നാടനായിട്ടുള്ള ഫുഡ്. ചേട്ടാ വളരെ നന്ദി. തരില്ല. അപ്പം എന്തായാലും ചേട്ടാ വളരെ താങ്ക് യു. കാരണം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇത് കഴിക്കട്ടെ. ഉഗ്ര സാധനം. കാരണം ഇതിൻ്റെ ഒപ്പം മറ്റേ ആ തേങ്ങാപ്പാലിൻ്റെ രുചി കൂടി ചേരുമ്പോഴാണ് നൈസ് സാധനമാണ്. നാടൻ കോഴി വറുത്തരച്ചത് കഴിച്ചുവല്ലോ. പിടി നാടൻ കോഴി തരുന്നതാണ്. ഇതെല്ലാം തീർത്തിട്ടേ ഞാൻ അവിടെ പോളൂ. അപ്പൊ ഉണ്ണിച്ചേട്ടാ ഇതിനെല്ലാത്തിനും വളരെ നന്ദി. ചേച്ചി ഉണ്ടായി തന്ന ചേച്ചിക്കും വളരെ നന്ദി. ലിസ്റ്റ് ചേച്ചി ഒളിഞ്ഞു മാറി നിൽക്കരുത്. ചേച്ചിക്കും വളരെ നന്ദി. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ സിമ്പിൾ നാടൻ ഫുഡ്. എന്തായാലും പൈപ്പ് ലൈനിൽ നിന്ന് നേരെ നമ്മള് ഇവിടെ നമ്മുടെ മാമംഗലം എടപ്പള്ളി സൈഡിലോട്ട് പോകുന്ന വഴിയിൽ ഇടത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ അമ്മച്ചീസ് കിച്ചൺ. എല്ലാവരും വരിക. ശരിക്കും നല്ല നാടൻ രുചി ടേസ്റ്റി തന്നെ അറിയണം. കഴിച്ചാലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സിംപ്ലി നാടൻ ഫുഡ്. നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച കാണാം. സിംപ്ലി നാടൻ.